ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഹെറിറ്റേജ് ഡേ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ മ്യൂസിയങ്ങളൊക്കെ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ മ്യൂസിയങ്ങളൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകൾ. ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കാണാം നമുക്ക് വഴിയോരങ്ങളിൽ. അപ്പോൾ ഇന്ന് പൊതുവേ ആൾക്കാരൊക്കെ ഉണ്ട് ഈ സ്ട്രീറ്റിലൊക്കെ. ഇതാണ് മ്യൂസിയം, ഇവിടുത്തെ ഫസ്റ്റ് മ്യൂസിയത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ അകത്തേക്ക് കയറാം. ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്ത് പറയുന്നത് കൂടുതലും ഒരു പള്ളിയുടെ സ്ട്രക്ചർ പോലെയാണ്. വളരെ ഹൈറ്റൊക്കെ കൂടിയതാണ്. നിങ്ങൾക്ക് കാണാം ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത്. ഇത് നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു ദേവന്റെ ഒരു ഐഡിയലാണ്. ഇവിടുത്തെ ദേവന്മാരെ ഐഡിയലാണത്. ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് ഇതുപോലെ കുറേ രൂപങ്ങളൊക്കെ കൊത്തിയിട്ടുള്ള ശിലകൾ കാണാൻ കഴിയും. ഒരുപാട് കഥകൾ ഇതിന് പറയാനുണ്ടാവാം. ഈ ഓരോ ശിലാരൂപങ്ങളുടെയും അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പേപ്പറിൽ ഇതിനെക്കുറിച്ചുള്ള മൊത്തം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫ്രഞ്ചിലാണുള്ളത്. ഇത് ഇവിടുത്തെ ഒരു ദേവിയാണ്, ഒരു അദീന എന്ന് പറയുന്ന ഒരു ദേവിയാണ്. ഇവരുടെ ദേവതയാണ് ഇത്. പിന്നെയും നമുക്ക് കുറേ ശിലകൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ചിലതിനൊക്കെ തലയുണ്ടാവില്ല, കൈ ഉണ്ടാവില്ല. ഇനി കാണാൻ പോകുന്നത് ഈജിപ്തിലെ മമ്മിയാണ്. ഇതൊരു കുട്ടിയുടെ മമ്മിയാണ്.
ഇനി നമ്മൾ രണ്ടാമത്തെ മ്യൂസിയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതാണ് മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് ആയിരുന്നില്ല. പക്ഷേ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ദിനോസർ പാർക്ക് സിനിമയിലെ വില്ലൻ ദിനോസറായ ടീറെക്സിൻ്റെ തലയോട്ടിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ താഴെ വേറൊരു ദിനോസറിൻ്റെ ഫോസിലും കാണാൻ പറ്റും. ഈ കാണുന്നത് കരടിയുടെയും മനുഷ്യൻ്റെയും സ്കെൽട്ടൺ ആണ്. ഇതിൽ തന്നെ ഒരു കരടി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻസെക്ട്സുകളുടെ കളക്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് കുറേ പൂമ്പാറ്റകൾ, അതുപോലെ തന്നെ ഉറുമ്പ്, ഈച്ച, അതുപോലെ പല പ്രാണികളുടെയും നമുക്ക് ഈ കളക്ഷനിൽ കാണാൻ വേണ്ടി പറ്റും. ഇതാ നിങ്ങൾക്കും ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ മൂന്നാമത്തെ പോയ മ്യൂസിയം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഈ മ്യൂസിയം മൂന്ന് തരമാണ്. നമ്മൾ ആദ്യം പോയ മ്യൂസിയത്തിൽ നമുക്ക് കുറേ ശിലാരൂപങ്ങളായിരുന്നു കാണാൻ കഴിഞ്ഞത്. രണ്ടാമത് പോയതിൽ നമുക്ക് പലതരങ്ങളെ സാധനങ്ങളുടെയും ഫോസിലുകളാണ് കാണാൻ പറ്റിയത്. ഈ മൂന്നാമത്തെ മ്യൂസിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതലായും നമുക്ക് കുറേ ഫോട്ടോസുകളാണ് ഉണ്ടായിരുന്നത് കാണാൻ പറ്റിയത്. ഇതൊക്കെ കാണുന്നത് പലതരം കൾച്ചറിലുള്ള പലതരം പാത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇങ്ങനെ തലപോയ ഒരുപാട് പ്രതിമകൾ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാഴ്ച പറയുന്നത് നമ്മുടെ നാട്ടിലൊരു വിഗ്രഹം ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഏതായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊരു പാർവതിയുടെ ഒരു വിഗ്രഹമാണ് ഇവിടെ കിടക്കുന്നത്. ഇതൊരു മനോഹരമായിട്ടുള്ളൊരു വിഗ്രഹം തന്നെയാണ്. നമുക്ക് ആർട്ടിലോട്ട് പോവാം. ഇതാ വിഞ്ഞോൺ സിറ്റിയുടെ ഒരു ഫോട്ടോഗ്രാഫാണ് കാണുന്നത്. പഴയ ഒരു ഫോട്ടോഗ്രാഫല്ല, എന്താ ആർട്ട് പിക്ചേഴ്സാണ് കാണുന്നത്. ഒരുപാട് പ്രതിമകൾ, റോമൻ സ്റ്റൈലിൽ ഒരുപാട് പ്രതിമകൾ കാണാം. ഇതുപോലുള്ള ഒരുപാട് പ്രതിമകളും ഒരുപാട് ശിലകളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പിക്ചേഴ്സും കാണാം.
ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മ്യൂസിയത്തിൽ പോയ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ഗൈസ്, ബൈ.